ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നം ഞങ്ങളെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ വലിയ ആളാണെന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവർ പറഞ്ഞത്. ഉദ്യോഗസ്ഥർ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തോന്ന് ഒരു സ്ത്രീക്ക് കാരണം രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണെന്ന് തന്നെ പറയാം. കാരണം എവിടെ തിരിഞ്ഞാലും ഒരു ഫേസ്ബുക്കോ യൂട്യൂബോ എന്തെടുത്താലും ഇപ്പോൾ രേണുവിന്റെ ഒരു വീഡിയോ പോലും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും രേണു സുധിനെ കുറിച്ചുള്ള വീഡിയോസും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് രേണുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ വരെ ഈ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അത് വീണ്ടും ചർച്ചാ വിഷയമാക്കിയതോടെയാണ് ഈ ഒരു പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയാൻ. അതേ തുടർന്ന് തന്നെയാണ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് രേണുവിന് നേരിടുന്നത്. ഇതേ തുടർന്ന് തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബറായ അതുൽ ബ്ലോഗ്സിനെതിരെ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ രേണു പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിക്കാരായ തങ്ങൾക്കും കുടുംബത്തിനും നീതി കിട്ടിയില്ല എന്നും തങ്ങളോടാണ് പോലീസ് മോശമായി പെരുമാറിയതെന്നാണ് ഇപ്പോൾ രേണു പറയുന്നത്. അതായത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രേണു ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട ഒരു നീതി കിട്ടിയിട്ടില്ല. രണ്ട് പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങൾ ദേഷ്യപ്പെട്ട ചാടിച്ചു വിടുക. എന്ത് അക്രമം നടത്താൻ എന്ത് വേണ്ടി ശ്രമിക്കാം. കാരണം ഞാനൊന്നും പോകുന്ന അതിനകത്ത് വളരെ ചാറ്റ് വീഡിയോ കോൾ എന്ന് പറഞ്ഞ് അവന്റെ ഓൺലൈൻ വീഡിയോ വഴി പ്രചരിപ്പിച്ച് എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇതിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ CBI-യോ എന്റെ പുറകെ നടക്കാൻ ഇവനാരും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത്? എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതാണ് ഞാൻ കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞ പറ്റത്തില്ല. എനിക്ക് ദേഷ്യപ്പെട്ട് ഞങ്ങളെടുത്തത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഞങ്ങളുടെ അതിന്റെ കറക്റ്റ് രീതി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊരിക്കലും കണ്ടിട്ടൊന്നുമല്ല രേണു സുധി കാര്യം. നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ദേഷ്യപ്പെടുവാണ്. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്താ കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ പോലീസുകാർ രേണുവിന്റെ പരാതി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല കോടതിയിൽ കൊണ്ടുപോയി തന്നെ അത് തീർക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഇനി എന്ത് വന്നാലും ശരി കേസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് രേണു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ അതുൽ ബ്ലോഗ്സും പ്രതികരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്: ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ആ സ്റ്റേഷനിലെ പോലീസുകാർ അടിപൊളിയാണ്. അവർ എന്റെ ഭാഗം കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. രേണു വന്നിരുന്നില്ല, പകരം അച്ഛനാണ് വന്നത്. എന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. രേണുവിന്റെ അച്ഛൻ ഷോ ഓഫ് ആയിരുന്നു. CIയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി. കോടികൾ തിരിമറി നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനാണ് രേണുവിന്റെ അച്ഛൻ. രേണുവിന്റെ അച്ഛൻ പ്രവർത്തിച്ച കാര്യവും ഹിന്ദുവായ സ്തുതിയെ വ്യാജ ബിഷപ്പ് സെമിത്തേരിയിൽ അടക്കിയ കാര്യമടക്കം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. രേണുവിനെയോ കുടുംബത്തെയോ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മനസ്സിലാക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല രേണുവിന്റെ അച്ഛൻ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പോലീസിന് വീഡിയോകൾ കണ്ടപ്പോൾ മനസ്സിലായി. മറ്റാരൊക്കെയോ ചെയ്ത വീഡിയോകൾ കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാനും രേണുവിന്റെ അച്ഛൻ ശ്രമിച്ചു. അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ കണ്ട് പോലീസുകാർക്ക് എല്ലാം മനസ്സിലായി. വ്യാജ പരാതിയും കള്ളക്കേസുമായി മെക്കിട്ട് കയറാനുള്ള പരിപാടിയിലായിരുന്നു രേണുവും കുടുംബം. ഞാൻ രേണുവിനെ ബോഡി ഷേമിംഗ് ചെയ്തിട്ടുമില്ല. അവർ പറയുന്നതിലൊന്നും കഴമ്പില്ലായിരുന്നു. വ്യാജ ബിഷപ്പിന്റെ കേസ് കുത്തിപ്പൊക്കെ കൊണ്ടുവന്നത് കൊണ്ടാണ് രേണുവും കുടുംബം എന്റെ വായടുപ്പിക്കാൻ നോക്കിയത്. ബിഷപ്പിന്റെ കേസിൽ രേണുവിനും കുടുംബത്തിനും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബിഷപ്പുമായി ഇവർക്കുള്ള ബന്ധത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. പരാതിക്കാരിയായ രേണു വന്നിരുന്നില്ല. എന്റെ സകല വീഡിയോകളും CI നോക്കി. ഒന്നും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നെയും എന്റെ മോളെയും അതിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള വിക്ടിം കാർഡാണ് രേണുവിന്റെ അച്ഛൻ ഇറക്കിയതെന്നാണ് അതിൽ പറഞ്ഞതും. അതിൽ ഇക്കാര്യങ്ങളെല്ലാം അതിന്റെ ചാനലിലെ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സൈബർ അറ്റാക്ക് രേണു സുധി നേരിടുന്നുണ്ടെങ്കിൽ അത് രേണു തന്നെയാണ് കാരണം. പല കാര്യങ്ങളിലും മിസ്മാച്ച് ഉള്ളതുപോലെ തന്നെ പിന്നെ നിരന്തരം ഇന്റർവ്യൂ കൊടുത്തും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അതായത് രേണു ഇവിടെ മുന്നേ പറഞ്ഞിട്ട് എന്താണ് ഈ നെഗറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കില്ല അല്ലെങ്കിൽ തന്നെ വേദനിപ്പിക്കില്ല എന്ന് തന്നെയാണ് രേണു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇപ്പൊ ഈ ഒരു വീഡിയോ രേണുവിന്റെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന ശേഷമുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് രേണുവിന്റെ ഒരു അവസ്ഥ കണ്ട് തന്നെയാണ്. കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു ഒരു വിധവയാണ്, ഒറ്റയ്ക്ക് പോരാടുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ പല കാര്യങ്ങൾ രേണു ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. രേണു ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഫോട്ടോഷൂട്ട് ആയാലും ആൽബത്തിലായാലും മ്യൂസിക് വീഡിയോ അതിലൊക്കെ രേണു അഭിനയിക്കുന്നത് അതൊക്കെ രേണുവിന്റെ താല്പര്യമാണ്. ഇനി നാളെ രേണു ഒരു വിവാഹം കഴിച്ചാലും അതും രേണുവിന്റെ ഇഷ്ടമാണ്. അതിനെതിരെ ആർക്കും ഇവിടെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നീ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് രേണു തന്നെയാണ് മേബി കാരണക്കാരി എന്ന് പറയാം. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ എറിഞ്ഞിട്ട് കൊടുക്കുന്നത് രേണു തന്നെയാണ്. ഉദാഹരണങ്ങൾ നമ്മൾ പലതും കണ്ടതാണ്. രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും വളരെ ഫേക്ക് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഇട്ട് തന്നെയാണ് രേണു അത്യാവശ്യം റീച്ച് ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ചും രേണുവിനെ ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും രേണുവിനെ മുതലാക്കി എടുക്കുന്നവർ ഒരുപാട് രേണുവിനോട് കൂടെയുണ്ട്. പക്ഷെ പുള്ളിക്കാരി അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല. കാരണം രേണുവിനെ വെച്ച് തന്നെ പലരും റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞു. അത് പച്ചയായ ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത് രേണു സുധിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും രേണുവിനെ വെച്ച് വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ പലരും ശ്രമിക്കുന്നത് തന്നെ. ഞാൻ പറയുന്നത് അവർ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവരുടെ പിറകെ പോകുന്ന ക്യാമറ കണ്ണുകൾ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇത്ര ഇന്റർഫിയർ ചെയ്യുന്നതെന്ന് അറിയില്ല. പലരും ഇത്തരം ക്യാമറയും കൊണ്ട് രേണു എവിടേക്ക് തിരിയുന്നു അവിടെ ഈ ഒരു ക്യാമറയും കൊണ്ട് ചെന്നിട്ട് രേണു അങ്ങനെ നടന്നത് കണ്ടു, രേണുവിന്റെ ചിരി കണ്ടത് കണ്ടു, രേണു സംസാരിച്ചത് കണ്ടു, രേണു അഭിനയിച്ചത് കണ്ടു. ഇതൊക്കെ രീതിയിലുള്ള പല ക്യാപ്ഷനും ഇട്ടതാണ് ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോകൾ ഇട്ട് അവർ റീച്ച് ആക്കുന്നത്. ഈ ഷോർട്സും റീൽസും യൂട്യൂബിലുള്ള വീഡിയോസും ഫേസ്ബുക്കിലുള്ള വീഡിയോസും തന്നെയാണ് ഇത്തരത്തിൽ ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന മലയാളികൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ ഒരു യൂട്യൂബ് തുറന്നാലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാലും ഈ ഒരു വ്യക്തി തന്നെയാണ് എപ്പോഴും ഉള്ളത്. പലരും കമന്റ് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്, ഈ ഫോൺ ഒന്ന് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇതിന് വല്ല ഈ ഒരു രേണുവിന്റെ വീഡിയോ വരാതിരിക്കാനേ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് വരെ ആളുകൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പലരുടെയും കമന്റ് ബോക്സിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പം അത്രത്തോളം രേണുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ രേണുവിനെ വിമർശിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി രേണു തന്നെ ആയിരിക്കാം അല്ലെ. രേണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രേണു ഇപ്പോൾ മാന്യമായിട്ട് ജീവിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിൽ കൂടുതൽ മറ്റുള്ളവർ ഇന്റർഫിയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇനി അവരുടെ പാടെ അവർ ഫോട്ടോഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ എന്തോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ പല കാര്യങ്ങളിൽ ഒരു വാസ്തവിരുദ്ധമായിട്ട് വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു നെഗറ്റീവിനോട് പ്രതികരിക്കാതിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രേണു എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയില്ല. ഒരു കാര്യം മനസ്സിലായി, കൊല്ലം സുധി എന്ന് പറയുന്ന ആ കലാകാരൻ അദ്ദേഹം മരണശേഷമാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഇദ്ദേഹം സ്റ്റാർ മാജിക് പ്രോഗ്രാമിൽ ഒരു മെമിക്രി ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാകാരനായിട്ട് തന്നെയാണ് ചുരുക്കം ചില ആളുകൾ മനസ്സിലാക്കിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇതുവരെ ഈ ഒരു നിമിഷം വരെയും കൊല്ലം സുധി എന്ന ആളുടെ വ്യക്തി ജീവിതവും അതുപോലെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങൾ തന്നെയാണ് പുറത്ത് ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് പോലും പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വരെ എത്തി നിൽക്കുന്നത്. അതായത് പലർക്കും അറിയാത്ത പല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അല്ലെ. രേണു സുധിയുമായി ബന്ധപ്പെട്ട് കൊല്ലം സുധിയുടെ കാര്യങ്ങൾ അല്ലെ, നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു അദ്ദേഹം 3 കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ളത്. സെക്കൻഡ് വൈഫൊക്കെ ഇങ്ങനെ മുന്നിട്ട് വരുമെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ആ ഒരു വ്യക്തി പുറത്ത് വന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് പറഞ്ഞപ്പോഴാണ് ശരി കൊല്ലം സുധിക്ക് 3 ഭാര്യമാരായിരുന്നു എന്നുള്ള കാര്യം വരെ നമ്മൾ അറിയുന്നത്. അതിൽ പല കാര്യങ്ങളും ഇവർ പറയുന്നത് ഫേക്ക് ആണ് എന്ന് വാദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുൻ ഭാര്യ രംഗത്ത് വന്ന് പറഞ്ഞത്.